കണ്ടല്ലോ. ഉണ്ടോ തേനെടുക്കുന്ന വിധം കാണിക്കുന്നുണ്ടോ? അതിൻ്റെ സീല് നിറഞ്ഞതാണ്. സീൽ നമ്മൾ വെട്ടി കളഞ്ഞ ശേഷമാണ് ഇപ്പോൾ തേനെടുക്കേണ്ടത്. നല്ല 100% സീലായതാണ് ഏറ്റവും ശുദ്ധമായ തേൻ അല്ലേ? അതെ കണ്ടോ. രണ്ട് വശവും നമ്മൾ സീൽ മാറ്റണം. ഏകദേശം 1 കിലോ തേനോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫ്രെയിമേൽ 1 കിലോ തേനുണ്ട് കണ്ടോ. അതുപോലെ തേൻ 6 ഇഞ്ച് ഫ്രെയിമാണിത്. 6 ഇഞ്ച് ഫ്രെയിം അല്ലേ? ഇച്ചിരി മുഴുത്ത ഫ്രെയിമാണ് അല്ലേ? ഓക്കെ. ചെറിയ ഫ്രെയിമല്ല ഇത്. എനിക്കൊന്നും നമ്മുടെ താഴത്തെ നമ്മുടെ ബ്രൂഡ് തന്നെയാണല്ലോ. ബ്രൂഡ് തന്നെ വെച്ചിരിക്കുന്നത്. സൂപ്പർ വെച്ചിരിക്കുന്നത് ബ്രൂഡ് തന്നെയാണ്. ഇതിപ്പോൾ ഇത്രയും വലുതായതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു വശം അല്പം ഒന്ന് ചെറുതായിട്ട് കറക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത വശം വെക്കാം. ഓക്കെ. അല്ലെങ്കിൽ പൊട്ടിപ്പോവും അല്ലേ? ആദ്യം ചെറുതായിട്ട് കറക്കണം. എന്നിട്ട് മൂന്നാമത് ഒന്നുകൂടെ വെച്ച് തീർന്ന് വെക്കും. വളരെ സാവകാശം കറക്കിയെടുക്കുക. പിന്നെ ഇച്ചിരി സ്പീഡിൽ കറക്കാം. ഇനി സ്പീഡിൽ കറക്കാം. ഈ വലിയ വെക്കും നമ്മളൊരല്പം മയത്തെ ചെയ്യാവും. അതെ. ആദ്യത്തെ വെച്ച് ഒന്നുകൂടെ വെച്ച് ഫിനിഷിങ് ആവും. ഓക്കെ. അപ്പോൾ തേനീച്ച പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും തേനാക്കും. എത്ര ദിവസം കഴിയുമ്പോൾ? ഇതിൽക്കൂട്ട് അടിയിൽ 4 എണ്ണം 5 എണ്ണം വെക്കും. ഇത് 4 വെക്കുമ്പോൾ 5 എണ്ണം വെച്ചാൽ പക്ഷേ അന്നേരത്തേക്ക് നമുക്ക് പോരാ. നമുക്കിത് ഉദ്ദേശിക്കുന്നത് തേൻ കിട്ടണമെങ്കിൽ ഒരു എണ്ണത്തിന് 1 കിലോ 1.5 കിലോ തേൻ വീഴണം ഒരു ഫ്രെയിമേന്ന്. അപ്പോൾ ഇതിൽക്കൂട്ട് 4 എണ്ണം വെക്കും. അപ്പോൾ ചില പെട്ടികൾക്കെല്ലാം കൊണ്ട് ഇതിൽക്കൂട്ട് ഈ ബ്രൂഡ് തന്നെ 2 എണ്ണം വെച്ചത്. സാറ് തന്നെ ഇരിക്കുന്നു 2 വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽക്കൂട്ട് 8 എണ്ണമായിരിക്കും. ഇത് ബ്രൂഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ എടുക്കാം. ഇതിൻ്റെ 2 എണ്ണം കിട്ടിയില്ലായിരുന്നോ? അങ്ങനെ തേനെടുക്കുന്നതാണ്. കാരണം നല്ലപോലെ തേനുള്ളതാണ്. കാണിക്കാം. ഉണ്ടോ? നല്ല 1 കിലോ വെയിറ്റ് ഉള്ള തേനാണ്. ഇതും ബ്രൂഡ് തന്നെയാണല്ലോ. 6 ബ്രൂഡാണ് കണ്ടോ. ഇതുപോലെ അടിയിലുണ്ട്. 2 ബ്രൂഡാണ്. 6 ബ്രൂഡ് 8 എണ്ണം വെച്ചേക്കും. 4 കണ്ടോ. 6 ബ്രൂഡ് 2 എണ്ണം വെച്ചിട്ടുണ്ട്. 8 എണ്ണം മൊത്തം ഇട്ട് ഇത് കേട്ടോ. ഇത് ഇങ്ങനെ പതുക്കെ തട്ടുക. വാഴയിൽ കനി. ഞാൻ പറഞ്ഞു വാഴയിൽ കനിയോടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടോ തേനെടുക്കുന്നുണ്ടോ? പേടിക്കാതെ ഇങ്ങനെ കുടഞ്ഞ ഒരു പുകയെ ഉപയോഗിക്കാതെ തേനിച്ച് തേനെടുക്കണം. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഇല്ല. പുക ഏതൊരു വസ്തു പുകയൊക്കെ ആണെങ്കിലും വെള്ളയടയാണ്. കറുത്ത് കെട്ടിയതാണ് കണ്ടോ. നല്ല വെള്ളയടയാണ്. നിറച്ച് തേൻ വെക്കും. തേനെടുക്കുമ്പോൾ ഒരിക്കലും ഇവിടെ സ്മോക്ക് ഉപയോഗിക്കാറേ ഇല്ല. അത്ര ശുദ്ധമായിട്ടാണ് തേനെടുക്കുന്നത്. ഇത് നിറഞ്ഞു കഴിയുമ്പോഴാണ് അടുത്ത സൂപ്പർ വെക്കുന്നത്. ഇത് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത സൂപ്പർ വയ്ക്കുന്നു. തേൻ കണ്ടോ തട്ടിയാണ് അതിൻ്റെ ഈച്ചകളെ മാറ്റുന്നത്. അല്ലാതെ പുക കൊടുത്ത് നമ്മൾ തേനെടുക്കുന്ന പരിപാടി ചെയ്യുന്നില്ല. ഏത് വസ്തുവും പുക കൊടുത്താൽ ആ പുകയിലെ പുക ആ തേനിലേക്ക് വ്യാപിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പുക കൊടുക്കാറേ ഇല്ല. അങ്ങനെയുള്ള നല്ല ശുദ്ധമായ രീതിയിലാണ് നമ്മുടെ ഇവിടെ തേനെടുക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി. ശുദ്ധമായ തേൻ ലഭ്യമാകുന്നതാണ്. തേനിൽ യാതൊരു മാലിന്യങ്ങളും കടക്കാൻ പാടില്ല. ഉണ്ട് ഒരു ബ്രൂഡ് എടുത്തു. ബ്രൂഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ. ഞാൻ അടുത്ത ബ്രൂഡ് ഏകദേശം 2 ബ്രൂഡ് എന്നൊരു 5 കിലോ തേൻ കാണുമല്ലേ? 5 കിലോ മിച്ചം കാണും. കണ്ടോ. എല്ലാം നല്ല വെള്ള തേനാണ്. വളരെ ശാന്തമായ തേനീച്ചകളാണ്. അങ്ങനെ കുത്തുന്നൊന്നുമില്ല. ഇത് വെള്ളഞ്ഞൊടിയിൽ തേനീച്ചയാണ്. വളർത്താൻ ഏറ്റവും ശാന്തമായ തേനീച്ചകളാണ് വെള്ളഞ്ഞൊടിയിൽ. തേൻ നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെ ഡബിളായിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എങ്കിലേ തേനെടുക്കാൻ പറ്റുള്ളൂ. ആക്കി നമ്മൾ കുടഞ്ഞ് മാറ്റുന്നു. മഴ പെയ്തു. ഇവിടെ 4 മഴ പെയ്തു. എന്നിട്ട് പോലും മഴ നമ്മുടെ തേനിൻ്റെ ഉൽപ്പാദനത്തെ അധികം ബാധിച്ചിട്ടില്ല. എല്ലാവരും തേൻ ഉൽപ്പാദനം കുറയുമോ എന്നുള്ള ഭീതി പലരും പറയാറുണ്ടായിരുന്നു. ആ ഭീതിയൊക്കെ അസ്ഥാനത്താണ്. നമ്മുടെ മടിക്കാങ്കൽ വീട്ടിൽ തേനിൻ്റെ
തേൻ സമൃദ്ധമായിട്ടാണ് ഒഴുകുന്നത്. തേനും പാലും ഒഴുകുന്ന നാട് എന്നാണ് പറയുന്നത്. തേൻ നമ്മുടെ റബ്ബർ പാലുണ്ട്, അതുപോലെ തേനും ഉണ്ട്. കണ്ടല്ലോ, ഇതുപോലെ കുടയുക. കുടഞ്ഞതിൻ്റെ നല്ല കംപ്ലീറ്റ് സീൽഡ് ചെയ്ത തേനാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ എടുത്താൽ മാത്രം എന്തോ നല്ല നല്ല നല്ലപോലെ ഈച്ചയുള്ള ഒരു കൂടാണിത്. കണ്ടല്ലോ, കൂടെ കാണിച്ചത്. അപ്പോൾ ആകാവുന്ന കാണിച്ചു. ഒന്നും കൊടുത്തില്ലേ? അപ്പോൾ നമ്മുടെ ഈ മാർച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ ബ്രോഡേ ഉള്ളൂ. കണ്ടോ, ഒരു ബ്രോഡേ ഉള്ളൂ. പക്ഷേ നല്ലപോലെ തേനുണ്ട്. ഒരെണ്ണം 1 കിലോ ഉണ്ട്. ഓക്കെ, ഒരെണ്ണം 1 കിലോ ഉണ്ട്. കണ്ടല്ലോ, നല്ല വെയിറ്റാണ്. ഈ കടിക്കുന്നൊന്ന് കാണിച്ചത്. ഇങ്ങനെയാണ് കുത്തുന്നത് തേനീച്ചകൾ. ഇത് വേദന ഇല്ലാതെ കുത്തുന്നതാണ്. നോ പ്രോബ്ലം. കണ്ടല്ലോ, കുത്തിച്ച് അധികം കുത്താതെ ഇറങ്ങിപ്പോയി കേട്ടോ. ചേതന ഇറങ്ങിച്ച്. ഒന്നും കുഴപ്പമില്ല, താഴെ വിടാൻ കുഴപ്പമില്ല. ഇല്ല ഇല്ല, ഇപ്പോൾ ഈ ബോട്ടയും താഴെ പോയി. ഇതുള്ളതാണോ? ഇത് ഉള്ളതാണ്. ബ്രൂഡിലെ അടകൾ പൊട്ടിപ്പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സംശയമാണ്. എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്ന പൊട്ടിപ്പോകുന്നേ ഇല്ല. അത് എടുക്കുന്നതിൻ്റെ രീതി അല്ലേ? ഇതൊക്കെ ചെറിയ അട. ഇത് ചെറിയ അട. ചെറിയ വലിയ ഉണ്ടല്ലോ. ഞാൻ കണ്ടു എല്ലാം വലിയ എന്നാൽ പോലും ഇതൊരു ഏകദേശം ഒരു 1/2 കിലോ 3/4 കിലോ ഉണ്ട് കേട്ടോ. 1/2 കിലോ ഉണ്ട്. അത് കണ്ടോ, അത് എടുക്കുന്ന അത് നമ്മൾ കറക്കുന്നതിൻ്റെയാണ്. ആദ്യം സാവകാശം കറക്കുക, പിന്നെ സ്പീഡ് കൂട്ടുക. മെഷീൻ നല്ല മെഷീനായിരിക്കും. നല്ല മെഷീനായിരിക്കും. അതുപോലെ ലംബമായിട്ട് വെക്കുകയും ചെയ്യണം. അത് വെട്ടാനും പഠിക്കാനും പാടില്ല. അതെ അതെ അതെ, വളരെ ലംബമായിട്ട് വെക്കുക. തേൻ എടുക്കുന്ന രീതിയുണ്ട്. അത് ആദ്യം നമ്മൾ സാവകാശം എടുക്കുക. ഇത് 2 എണ്ണം വെച്ചാൽ മതി. ഒരു എളുപ്പം 4 വെക്കാം. പക്ഷേ 4 എണ്ണം വെക്കണ്ട. നമുക്ക് എളുപ്പം ഓരോരുത്തർക്ക് ഒരു പരിചയമല്ല. 2 എണ്ണം വെച്ചാൽ മതി. ഓക്കെ, ഇതെല്ലാം ബ്രൂഡിലെ ഇടകളാണ്. ബ്രൂഡ് തന്നെ വെച്ചേക്കാണ്. ഇങ്ങനെയും വെക്കാം. ഈ 2 എണ്ണം വെച്ചിട്ട് ഇതിൻ്റെ സീലൊക്കെ ചെത്തിയാൽ നല്ല കംപ്ലീറ്റ് സീൽഡാണ്. ഇത്രയും സീൽഡായ തേൻ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ 3 ദിവസം കൂടെ അത് എടുത്താൽ ഒട്ടും ശരിയാകത്തില്ല. ഇത് എനിക്കൊന്ന് 10 ദിവസമായതാണ് അല്ലേ? 10 ദിവസമായതല്ലേ? 10 ദിവസം കൂടുതലേ. 10 ദിവസം കൂടുതലായി. കണ്ടോ, അടവുണ്ട്. ഇതൊക്കെ ഒരു 1 കിലോ വരും. 1 കിലോ, 1 കിലോയുടെ മുകളിലാണ്. സാറ് നോക്കി ചെയ്ത് ഉണ്ട് 1 കിലോ ഒന്ന് പിടിച്ച് നോക്കിയത്. ഉണ്ട് 1 കിലോ ഉണ്ട്. ഇത് ഇപ്രാവശ്യം നോക്കിയാൽ എന്നെ ടൈറ്റാണ്. നല്ല തൂക്കമാണ്. അതെ, എടുക്കുന്നുണ്ട്. ഇതുപോലെ സീൽ ചെയ്യണം. തേൻ്റെ ശരിക്കും തേൻ്റെ ക്വാളിറ്റി വേണം ഇത്രയും തേൻ സീലാണ്. അല്ലെങ്കിൽ ചുമ്മാ തേനെന്ന് പറയാനേ ഉള്ളൂ. തേനല്ല അല്ലേ? വെള്ളമാണ് അത്. അങ്ങനെ അത് പോയി. ഞാൻ 10 ദിവസത്തിൽ കുറച്ച് തേൻ എടുക്കില്ല. 10 ദിവസം മുന്നോട്ട് എടുക്കത്തുള്ളൂ. അങ്ങനെ തേൻ എടുത്താലേ അത് ശരിയാകത്തുള്ളൂ. തേനിൻ്റെ വരവ് അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ലല്ലേ? ഇവിടെ കുഴപ്പമില്ല സാറേ. ചില ഏരിയ കുറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ അതുകൊണ്ടല്ലേ പല സ്ഥലങ്ങളിലൊരു എൻ്റെ ഒരു ദൂരം നോക്കുകയാണെങ്കിൽ 100 കിലോമീറ്റർ അകലം വരെ ഞാൻ തേനീച്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ കുറഞ്ഞാട് ഭാഗത്ത് വെച്ചിട്ട് ഒരു മഴ കിട്ടുള്ളൂ. ചില സ്ഥലത്ത് 2 മഴ കിട്ടി. ഇവിടെ 5-6 മഴ കിട്ടി. എന്നാലും ഇത് കുഴപ്പമില്ല. നമ്മൾ തേനീച്ച തയ്യാറാക്കി വെക്കുന്നതിൽ ഒത്തിരി കാര്യം അവരെ റെഡിയാക്കണം. കാലാവസ്ഥ പോയാലും നമുക്ക് ആ രീതിയിൽ തേനീച്ച ക്രമീകരിക്കണം. അത് നമ്മുടെ ഫീൽഡ് ബീസ് കറക്റ്റ് സീസണിൻ്റെ ആവശ്യത്തിന് വേണം. അത് നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുഞ്ഞ് ചെറിയ തേനീച്ചകൾ വേണം. ഫീൽഡ് ബീസ് അതായത് 15-20 ദിവസം പ്രായമായ
ഈച്ചകൾ ഫീൽഡ് ബീസ് സീസൺ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പെട്ടി ആവശ്യത്തിന് കാണും. ആവശ്യമാണ്. ആ രീതിയിൽ നമ്മൾ അടകൾ ക്രമീകരിച്ച് റാണികൾ മുട്ടയടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമായി തേങ്ങ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഈച്ച കാണും പക്ഷെ തേങ്ങ കാണത്തില്ല. കാണത്തില്ല.